രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ചെക്കൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബൈക്കിൽ നിന്ന് നമുക്ക് സർവീസിന് കൊടുക്കേണ്ട ടൈം അയക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബൈക്ക് എടുത്ത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവനെ എടുത്ത് നമ്മൾ നേരെ കുറ്റിപ്പുറത്ത് നേരെ വളാഞ്ചേരിക്ക് പോകാം കേട്ടോ. കുറേ നേരം നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ എക്സിറ്റ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും കുറച്ചും കൂടെ ദൂരം പോയിരുന്നു. ശരി, നമ്മൾ പോയി നേരെ യൂ ടേൺ എടുത്തങ്ങായിട്ട് നമ്മൾ നേരെ നമ്മുടെ സർവീസ് സെൻറ്ററിലെത്തി. അവിടുന്ന് നമ്മൾ എൻജിൻ ഓയിൽ മാറി നമ്മളുടെ എയർ ഫിൽറ്റർ മാറി പിന്നെ നമ്മളുടെ ഓയിൽ ഫിൽറ്ററും മാറി നേരെ നമ്മൾ ബ്രേക്കിനൊരു ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അതും തീർത്ത് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് നമ്മളവിടെ വെള്ളം കുടിച്ചിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ വന്ന് പറഞ്ഞത്, വാ കയറ് നമുക്ക് ഇപ്പം തന്നെ തിരിച്ചു വരാമെന്ന്. അങ്ങനെ നമ്മൾ അവൻ്റെ കൂടെ കാറിൽ കയറി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് നമ്മൾ തൃശ്ശൂർക്കാണ് പോണത്. എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ ഒരു തീരെ മൂടുണ്ടായതില്ല. നമ്മൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് വന്നേ ഉള്ളൂ ഇന്നലെ രാത്രി. ഇപ്പം ഇന്ന് രാവിലെ തിരിച്ച് നമ്മൾ വീണ്ടും തൃശ്ശൂർക്ക് പോയി. നേരെ തൃശ്ശൂർ പോയി നമ്മൾ അവിടെ ഒരു ബിരിയാണി കഴിച്ച് അവൻ്റെ കൂട്ടുകാരനെയും കണ്ട് തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയപ്പോൾ നമ്മൾ ബൈക്ക് കിടക്കുന്നിടത്ത് അവൻ നമ്മളെ ആക്കി തന്നിട്ട് അവൻ പോയിട്ടാണ്. ബൈക്ക് എടുക്കുന്നിടത്തേക്ക് പോയപ്പോൾ അക്കൂട്ടൻ്റെ കയ്യിലാണ് ചാവിയുള്ളത്. അക്കൂട്ടൻ നേരെ ഇറങ്ങി ഓടുന്നത് അവനക്ക് തന്നെ ബൈക്ക് ഓടിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അവനക്ക് ഈ ബൈക്ക് ഓടിക്കുന്നത് നല്ല ഇഷ്ടമാണ്. നമ്മൾ നേരെ ഉപ്പാൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞാൽ അത് പുതുക്കാൻ വേണ്ടി അത് നേരെ പോയി പുതുക്കി നമ്മൾ നേരെ നമ്മളുടെ വീട്ടിലേക്ക് പോയിട്ടാണ്.